ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം പണിയുണ്ട് കേട്ടോ. ഓരോ സോപ്പ് കിട്ടുമ്പോഴേ ഇതൊക്കെ ചെയ്ത് ഓരോ ദിവസവും ഇങ്ങനെ കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജനലിലൊക്കെ പൊടിയടിക്കാനൊക്കെ പൊടിയടിച്ച് തൂക്കുക തുടയ്ക്കുക എന്നുള്ള കലാപരിപാടിയാണെന്ന് ഞാൻ അരങ്ങിരുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം പൊടിയടിച്ചിടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു പോകാനേ ഉള്ളൂ. താഴെ നിലയിലോട്ട് പോകണ്ട. അവിടെ പിന്നെ ഫുള്ള് പൊടിയും വലയും ഒക്കെ തന്നെ ആയിരിക്കും. കാരണം അവിടെ എന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഇവിടെയാണ് ആഴ്ചയ്ക്ക് ധ്യാനത്തിന് ഇത് ചുമയും തുമ്മലിൻ്റെ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ നിന്ന് ജസ്റ്റ് വൃത്തിയാക്കി ഇടും. എന്നാലും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് കേട്ടോ. ഇത് എവിടുന്നാ ഇത്രയും പൊടി ഈ വീട്ടിൽ വരുന്നതാണ്. കാരണം റോഡ് സൈഡിലല്ല വീട്, ഇച്ചിരി അകത്തോട്ടാണ്. എന്നാലും നല്ല പൊടിയാണ്. വലിയ ഡെക്കറേഷൻ കാര്യമൊന്നുമില്ല. ഉള്ള കണക്കൊക്കെ ഒന്ന് പൊടിയടിച്ച് പോകാം. അതാ മേളിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് മേളിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലയും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് തുണി കഴുകാറുണ്ട്. ഞാൻ തുണികളും കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ കഴുകി കഴിയുമ്പോൾ അതെടുത്ത് വിരിക്കണം. താഴത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ മേളിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. റൂമുകളിലൊക്കെ ഒന്ന് പൊടിയടിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് അടിച്ചു പോകാനുള്ളേ ഉള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് അത്യാവശ്യം വലിയ പ്രശ്നമില്ല, വൃത്തിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ ദാ ഞാൻ തുണി കഴുകാനിട്ടിരുന്നെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഇനി അതും കൂടെ ഒന്ന് പറക്കി വിരിച്ച ശേഷം തൂക്കണം, തുടയ്ക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. അപ്പം ഞാൻ കുറച്ചധികം തുണികൾ ഇന്ന് ഇതെല്ലാം കൈകൊണ്ട് കഴുകുന്നതൊക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ട് കേട്ടോ. കാരണം മഴയായ കാരണം ഉണക്കിയെടുക്കാൻ വലിയ പാടാണല്ലോ. വാഷിംഗ് മെഷീനിൽ ഇട്ടും കഴുകി രണ്ടും കൽപ്പിച്ച് ചത്ത ഇതിലിട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ജനലും പൊടിയടിക്കുക എന്നുള്ള ഒരു സെറ്റപ്പ് കഴിഞ്ഞു. ഇനി ബാത്റൂമൊക്കെ കഴുകണം. ഇവിടെയൊക്കെ എന്തായാലും ബാത്റൂമൊന്നും ഉപയോഗിക്കാണ്ട് കിടക്കുന്നുണ്ട്. വലിയ ചവർന്നില്ല, അതെല്ലാം പൊടിയാണ് കേട്ടോ. തൂത്തിറക്കിയിട്ട് എല്ലായിടവും ഒന്ന് തുടയ്ക്കണം. പിന്നെ കുറച്ചധികം തുണികൾ കഴുകിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കിടക്കാറൊന്നുമില്ല കേട്ടോ ആരും. നമ്മൾ ഗസ്റ്റുകളായിരിക്കും വരുമ്പോഴത്തേക്ക് ഇവിടെ എടുക്കാറ്. ഏറ്റവും വലിയ ബെഡൊക്കെ ഇട്ടേക്കണ്ട, കട്ടിൽ ഇല്ലാത്ത ബെഡ്. കാരണം ഈ ഒരു ബെഡിന് കട്ടിൽ നമ്മൾ പ്രത്യേകം അടിക്കേണ്ടി വരും, അത്ര വലുതാണ്. പിന്നെ കുറച്ച് തുണികളധികം കഴുകാണ്ട് അതെല്ലാം ഇവിടെ തന്നെ വിരിച്ച്. മഴ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നം. ഇപ്പം ഞാൻ പിന്നെ കുറച്ച് ഷീറ്റൊക്കെ ഉണ്ട്, അതും കൂടെ അങ്ങ് വെള്ളത്തിയിട്ട് കഴുകാനായിട്ട് ഇട്ടു. കാരണം ഇപ്പം മറ്റന്നായപ്പം ഓണമായില്ലേ. പിന്നെ ഇവിടെയൊക്കെ പൊടിയെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ ചേട്ടൻ്റെ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ ഒന്നും അനങ്ങാറില്ല കേട്ടില്ലേ, മുടി പുറത്തേക്കിടണം. അപ്പോൾ ഈ ബാത്റൂമൊക്കെ ഒന്ന് അത്യാവശ്യം, ഈ ഒരു റൂമാണ് അത്യാവശ്യം ചില സമയങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം കുട്ടു ചെന്നൈന്ന് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇത്ര അത്യാവശ്യം ബാത്റൂമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കഴുകിയൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. ഇനി മൊത്തം ഒന്ന് തൂക്കുക എന്നുള്ള ടാസ്ക്കാണുള്ളത്. അപ്പോൾ മൊത്തം ഞാൻ തൂത്തിട്ട് വരാം. അപ്പോൾ പൊടിയെടുപ്പും തുണി കുറച്ച് കൊണ്ട് താഴെയും കൊണ്ട് വിരിച്ചിട്ട് ശേഷം ഞാൻ നേരെ അങ്ങ് തൂക്കാൻ കയറിയിട്ട് തൂത്ത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഓട്ട പ്രദർശനമാണ് ഇതെല്ലാം. ഇനി 4 ബാത്റൂം എടുത്ത് 4 കഴിവണം, ഫുള്ള് തുടയ്ക്കണം, തൂക്കണം. ധ്യാനൂസ് ഓണപ്പരിപാടിക്ക് പോയിക്കാൻ ട്യൂഷൻ സെൻറ്ററിൽ. അപ്പോൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓട്ടം നടത്തുന്നത് കേട്ടോ. എന്തായാലും രാവിലെ വെട്ടിട്ടുടനെ തുടങ്ങി പണി. ഒരു 8 മണിയായപ്പോൾ തുടങ്ങി. അപ്പോൾ ഒരു 10, 11, 12 മണിയാകുമ്പോൾ കഴിയുമല്ലോ. 4 സ്ഥലവും 4 ബാത്റൂമും 4 റൂമും ഇതൊക്കെ തൂത്ത് തുടയ്ക്കാൻ ചെയ്യും. നിങ്ങൾ ആരും വലിയ വീട് വയ്ക്കുന്നത് ദേശം ഞാൻ പറയാം. എനിക്ക് ഒറ്റ നില ഒരു 2 റൂമൊക്കെയുള്ള വീട് ഇഷ്ടം കേട്ടോ. പക്ഷേ നമ്മളെ ആൾക്കാർ ഫാമിലി വെച്ച് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് ആക്കി. എൻ്റെ ചേട്ടൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ വെച്ചത്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചോറൊന്നും വെച്ചില്ല കേട്ടോ. ഞാൻ ഒരു ഊണ പോലെ എടുക്കാൻ നോക്കി. നല്ല പൊരിച്ചമീൻ ഉൾപ്പെടെ ഒരു ഊണിൻ്റെ ചേട്ടൻ എടുത്തുകൊണ്ട് വന്ന് ഗൈസ്. പിന്നെ കുളിയെ കഴിഞ്ഞ് അത് കഴിച്ചു. അപ്പം ഞാനിവിടെ കിടന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നി. അപ്പോൾ എൻ്റെ കുട്ടി എടുത്ത് പോയി ലയൺ ഡേറ്റ്സിൻ്റെ ഈന്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ ഓൺലൈനിൽ വാങ്ങിച്ച ഉപ്പുള്ള കാഷ്യൂ നട്ട്സും ഉണ്ട്. ഉപ്പേ ഉള്ളു. അപ്പോൾ അത് ഉപ്പായ കാരണം അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഈന്തപ്പഴം എടുത്തിട്ട് അതിനകത്ത് വെച്ച് തിന്നും അല്ലേ. എനിക്കാണ് രക്തക്കുറവ്. പക്ഷേ ഇവിടെ രക്തം ഉണ്ടാവുന്നത് എൻ്റെ കുട്ടിക്കാണ്. ഇരുട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിൽ ഇരിക്കുകയാണ്. ജസ്റ്റ് നല്ല മഴ കൊണ്ട് കേട്ടോ ഗൈസ്. നല്ല മഴ 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 മഴ. മാറ് ധ്യാനം കേട്ടോ, മാറ്. ലിയോമി കാണിക്കട്ടെ. ലിയോമി ലിയോ 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 നമ്മൾ ഒരുമിച്ചിടാന്ന് വിളിച്ച് നമ്മുടെ സപ്പോർട്ടൊക്കെ കുറച്ച് കോതി നിർത്തിയണ്ട. ഒരു നല്ല ആശ്വാസമുണ്ട് ഇടയ്ക്കത് തൂക്കാന്നൊക്കെ വിചാരിച്ചാൽ മഴ തുടങ്ങി. പിന്നെ തൂക്കാൻ ചവറൊന്നുമില്ല, നല്ല അവിടെ ഇരുന്ന് കേട്ടോ. എന്താടാ എന്തിടാ മഴ മഴ മഴ.
ഞാനപ്പോൾ മഴയും കണ്ട് കുറച്ച് നേരം സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കാൻ വെച്ചു. അപ്പോൾ എൻ്റെ കൊച്ചു കണ്ടപ്പോൾ പോയി വീഡിയോ എടുത്തുള്ളൂ. ഞാൻ അറിഞ്ഞില്ല കേസ്. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതിൽ കൂടെ അങ്ങ് ആഡ് ചെയ്ത്. അവന് കൂടെ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. എടുക്കുകയാണെങ്കിൽ നല്ല എടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ മഴയും കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് വെളിയിൽ. സൈക്കോ ധ്യാനോ ഇത് കളിക്കാൻ നല്ല രസമുണ്ട്. നീ വെള്ളത്തിൽ കളി വലിയ രസം വേണ്ട കേട്ടോ. ഇന്ന് രാവിലെ കുറെ വെള്ളം അവിടെ കൊണ്ട് ചരിച്ച്. സ്റ്റെപ്പിൽ മൊത്തം സോപ്പ് പോയത് എങ്ങനെയായിരുന്നടാ? വീഡിയോ എടുക്കുന്ന സൈക്കോ ധ്യാനോ പോണില്ല അമ്മാമ്മേരെ വീട്ടില്. പോവൂടെ പ്ലീസ്. സ്വൈരതായിട്ട് ഇവിടെ ഇരിക്കട്ടെ. സ്വൈരത നമ്മൾ കറങ്ങാൻ പോകും. ടൂർ പോകുന്നു നമ്മൾ നാളെ. നീ പോകുന്നു അപ്പോഴേ നമ്മൾ പാക്ക് ചെയ്യുന്നു. അപ്പോഴേ നമ്മൾ നീ അറിയുന്നില്ല നമ്മളവിടെ പോണം. വീഡിയോ ഇടൂല. വീഡിയോ ഇടൂല, ഫോട്ടോ ഇടൂല. നിന്നെ ഹൈഡ് ചെയ്തിട്ടിടും. നിന്റെ അമ്മാമ്മേനെ ഹൈഡ് ചെയ്യും എന്നിട്ടിടും. അപ്പൊ നീ അറിയൂലല്ലോ. അപ്പം എന്ത് ചെയ്യും? ഇനി ഇവിടെ ഈ വെള്ളം ലാസ്റ്റ് ഇവിടെ അങ്ങ് ഒഴിയും. അതാണ് ഇവിടെ നടക്കാൻ പോണത്. അപ്പോൾ ധ്യാനൊരു ചന്തി ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ കമ്പ് ഇങ്ങനെ എടുക്കും ഞാൻ. ചെറുക്കൻ വയറ്റിനകത്ത് വല്ല കൊക്കപ്പുഴ കിടക്കണം. നീ പോടെ 10 ദിവസം അവധി. നീ അതിന് താങ്ങാൻ പറ്റില്ല. നീ പൊക്കോ. നിന്റെ അമ്മ വീട്ടിൽ പൊക്കോ. നിന്റെ അപ്പാപ്പ വല്ല കൈത്തീറ്റയൊക്കെ വാങ്ങിച്ചു പൊക്കോ. അപ്പോൾ ചെന്ന് ഈ കൈത്തീറ്റ വാങ്ങി രാത്രി അമ്മ അവിടെ വയറ് വേദനിക്കുന്നത് അവിടെ വേദനിക്കുന്നത് നമ്മൾ വിളിക്കണം കേട്ടോ. അപ്പോഴാണ് ഇരിക്കണേ. മഴ പെയ്യുന്നു ഗായ്സ്. ഭയങ്കര മഴ. മഴയത്ത് നമുക്കൊരു കോഫി കുടിക്കാൻ തോന്നുന്നില്ലേ ഗായ്സ്? ഞാൻ ഒന്നും ചെയ്തില്ല. കുളിച്ച് എനിക്ക് കമ്മലൊന്നും ഇട്ടില്ല കേട്ടോ. കുളിച്ചിട്ട് ഞാൻ പോയി കിടന്നു. കോഫി ഇടുന്നതിൻ്റെ അച്ഛൻ കിടക്കണം പറഞ്ഞൊരു കോഫി ഇടാൻ പറയടാ. കറുത്ത് പോയി ഗായ്സ്. കറുത്ത് പോയി. വയസ്സായില്ലേ? നല്ല മഴ. അപ്പം നമുക്ക് പോയി ഒരു കോഫി ഇട്ടിട്ട് വന്നാലോ? പിന്നെ ഇവന് കോഫി കുടിച്ചൂടെ ഗൈസ്? ഇവന് ജലദോഷം. ഇവന് പാലാണ് ചെയ്യണം. പാലും ഇത് പലപ്പോഴായിട്ട് കഴിക്കുന്നു. വല്ലപ്പോഴും എന്ന് പറഞ്ഞിട്ട് പലപ്പോഴായിട്ട് ചെയ്യാനു. ഞാൻ പോയി കോഫി ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ചായ ഒഴിവാക്കി. ഞാൻ ഇപ്പോൾ കോഫിയിലോട്ടായിരിക്കും. കാരണം എൻ്റെ ചേട്ടൻ കുറച്ച് നല്ല വെറൈറ്റി കോഫി പൗഡറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഫി ആക്കി. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് സുഖമില്ലാതെ വരും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് കോഫിയുടെ സെറ്റ് കൂടി കുറേ ഓർഡർ ചെയ്യും. പല ഫ്ലേവറിലാണ്. അത് ഞാൻ ഓരോന്നോരായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ ഫ്ലേവറിനൊന്നും ഞാൻ പേരൊന്നും വായിച്ചില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം പൊട്ടിച്ചു വെച്ചേക്കുന്നതിലൊന്നും എടുത്തങ്ങ് ഇട്ട് കോഫി ഇട്ട് കേട്ടോ. അമ്മയാണ് ഇവിടെ കോഫി ഇടക്കം. മരുമകന് ഇട്ട് കോഫി ഇട്ട് കൊടുക്കുന്ന അമ്മയാണ്. ഞാനങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സാധനം എടുത്ത് ഞാനങ്ങ് ഇട്ടു. എൻ്റെ കോഫി അത്ര പോരാന്നാണ് എൻ്റെ ചേട്ടൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അമ്മയമ്മ കൊടുത്ത് ശീലിപ്പിച്ചിട്ടേക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ കൊടുത്താൽ കുടിച്ചല്ലേ പറ്റുമോ. അതുകൊണ്ടങ്ങ് കുടിയും കേട്ടോ. അപ്പം എൻ്റെ കോഫി ഇവിടെ റെഡി. ഞാൻ വെച്ച് കുറച്ച് നാളത്തേക്ക് ചായ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേയിലല്ലേ കഴിച്ചുകൂടാന്ന് പറഞ്ഞാൽ കോഫി കഴിച്ചുകൂടാ. പിന്നെ എന്തെങ്കിലും ഒരു വൈകുന്നേരം ചായയോ കോഫിയോ ഒന്നും എനിക്ക് വൈകുന്നേരം നിർബന്ധമാണ്.
അപ്പം നോക്കുമ്പോൾ പച്ചപ്പരിഷ്കാരിയുടെ അമ്മ എന്താ ബ്ലെൻഡറും കൊണ്ടിറങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കോഫി ഇതാക്കാൻ അവൻ കോഫി കുടിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇങ്ങനെ ചെയ്യാൻ. ഞാൻ വന്നേരം തലയ്ക്ക് സുഖയിൽ ഇറക്കാന്നൊക്കെ പറഞ്ഞ് വഴക്കും പറഞ്ഞ് ഞാൻ പോയെങ്കിലും നോക്കുമ്പോൾ അവൻ്റെ കോഫി നല്ല പതകട്ട എനിക്കുള്ള ഇരിക്കുന്നുണ്ട്, ഒരുമാതിരി എനിക്ക് ചായ കണക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ കൊച്ചു നല്ല സെറ്റപ്പായിട്ടേ കുടിക്കും. അത് കഴിഞ്ഞ് നേരെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മൾ എവിടെയാണെന്ന് അറിയാമോ? ആറ്റിങ്ങൽ. ബ്ലോക്ക് ഇല്ലാത്ത ആറ്റിങ്ങൽ കാണണമെങ്കിൽ രാത്രി വരണം എന്ന് സത്യം ഞാൻ മനസ്സിലാക്കി. ലിച്ചിയുടെ ബോർഡ് കാണുന്നില്ലേ? അപ്പോൾ മനസ്സിലാക്കണം, ഗംഗ യമുന തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ചേട്ടനും രേവും അമ്മയൊക്കെ അവിടെ നിന്ന് വരും, ഞങ്ങൾ ഇവിടെ നിന്ന് വരും. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. എന്തായാലും നമ്മൾ ഓടിപ്പിടച്ചിങ് എത്തി. എന്തായാലും സിനിമ പതുക്കെ തുടങ്ങി. അപ്പോൾ ഏത് സിനിമയാണ് നമ്മൾ കാണാൻ പോയത്? ബത്ലഹേം കുടുംബ യൂണിറ്റ്. സൂപ്പർ സിനിമയാണ് കേട്ടോ. ഒരു ഹാഫ് പോർഷൻ ആകുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പോപ്കോൺ സെക്ഷനിലേക്ക് നമ്മൾ തിരിയും. പോപ്കോണും തീറ്റി കൂടിയത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ കുട്ടിയുണ്ട് കേട്ടോ, അവൾ ലീവിന് വന്നതാണ്. അങ്ങനെ അവളെ പൊക്കിക്കൊണ്ടാണ് പോയി ഞങ്ങൾ കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല, ഇരുട്ടായ കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. സിനിമ കണ്ട് സൂപ്പർ സിനിമ കേട്ടോ, എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് ഇറങ്ങുമ്പോഴും ഇതാ അടുത്ത് കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. അപ്പോൾ ധ്യാനൂസും അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മൾ വണ്ടി എടുത്ത് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടന് അവരെല്ലാം വല്ലാത്ത വണ്ടിക്കകത്തുണ്ട്, അവർ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ധ്യാനൂസും എൻ്റെ കൂടെ കയറിപ്പോയി, വെക്കേഷനല്ലേ അപ്പോൾ പോകാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. തിരുവോണം ഇത്തവണ നമുക്ക് അവിടെയാണ്. അപ്പോൾ അവരങ്ങോട്ടും പോയി, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം രാത്രി ആ ബ്ലോക്ക് ഇല്ലാതെ ഒരു ആറ്റിങ്ങിൽ കാണാൻ ഇതാ ഇപ്പോൾ കണ്ടുള്ളൂ. 12 മണിക്ക് ശേഷം വന്നാൽ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.